വിചാരിച്ചാൽ 10 മിനിറ്റ് സമയം വേണ്ട. താങ്കൾ മാത്രമല്ല, ഘടകകക്ഷികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയും അദ്ദേഹത്തെ ഇത്ര റിസ്ക് എടുത്ത് അദ്ദേഹം സംരക്ഷിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല? വേറൊരു മരുമകനായിരിക്കും. മേ ബി അനദർ സണ്ണിലോ. ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന അയാൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ, എന്തിനാണ് ഈ ചങ്ങാതിനെ കെട്ടിപ്പിടിച്ച് വെക്കുന്നത്? ഈ അജിത് കുമാറിനെ ഇതുപോലെയുള്ള നൊട്ടോറിയസ് ക്രിമിനൽ ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത്? എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം. കാരണം പണി മിനിറ്റോട് കൊടുക്കും. DGP ഇതിങ്ങനെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് കാണും, കൊടുക്കുക സസ്പെൻഷന്. മനസ്സിലായോ? എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് തൊക്കിലേക്ക് 6 മാസം കഴിഞ്ഞിട്ട് വാട്ടാ. എന്തത് ഏർപ്പാട്? ഇതാണോ സഖാക്കൾ മനസ്സിലാക്കുന്നത്? ഇതാണോ പാർട്ടി ലൈന്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഇവിടെയാണ് പ്രശ്നം. ഈ ഒരു മനുഷ്യന് വേണ്ടി ഈ പാർട്ടി സംവിധാനം അങ്ങനെ തകർക്കുക. അതിനാണോ പാർട്ടി നേതൃത്വം കൂട്ടുനിൽക്കുന്നത്? ഈ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് പറഞ്ഞു. പാർട്ടിയുടെയും സർക്കാരിന്റെയും ഞാൻ എപ്പോഴാ പറഞ്ഞു? സർക്കാർ നേരത്തെ പറഞ്ഞോ? അവസ്ഥയ്ക്ക് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ. അല്ല, അത് തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞോ വെരിഫൈ ചെയ്താ. ആ വിഷയത്തിൽ എനിക്ക് തർക്കമില്ല. ഞാൻ പറഞ്ഞോന്ന് വെച്ചാൽ ഞാൻ ജനങ്ങളായ സഖാക്കൾ ഇവിടെ ഉണ്ട്, സഖാക്കളല്ലാത്ത ജനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ജനങ്ങളാൽ നയിക്കപ്പെടുന്ന ഒരു സമൂഹമുണ്ട്. അതിലൊരാളായിട്ട് ഇങ്ങനെ പോലങ്ങളൊന്നും ചെയ്യില്ലല്ലോ. ഇന്ന് ചെയ്യോ? കേരളത്തിൽ ഒരു രാഷ്ട്രീയ നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് എല്ലാ പ്രധാനപ്പെട്ട പാർട്ടിയുടെയും നേതാക്കന്മാർ അതിലുണ്ട് എന്ന് പറഞ്ഞു. അത് ആരൊക്കെ ഉണ്ടെന്നുള്ള MLA വെളിപ്പെടുത്തിക്കൂടെ? എന്റെ പൊന്നാര അഷ്കര, എന്തിനാ അത് അന്വേഷിക്കണത്? ഇവരെല്ലാരും ഒറ്റക്കെട്ടാണ്. എല്ലാവരും ഉണ്ട്. ഈ കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ നിയന്ത്രണം ഉള്ള എല്ലാ സ്റ്റേറ്റ് ലീഡറും ഉണ്ട്. സ്റ്റേറ്റ് മാത്രമല്ല കേട്ടോ, അത് വളർന്നു പറഞ്ഞ ജില്ലയ്ക്ക് എത്തിക്കണം. അവിടുന്ന് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സഖാക്കൾ പരിശോധിച്ചോ? പഞ്ചായത്ത് തല ചില പ്രശ്നങ്ങളാക്കുമ്പോൾ എന്താ ഒരു തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റാണ്. എന്നിട്ടോ സഖാക്കൾ ഇങ്ങനെ അന്തപ്പെട്ടിരിക്കുക. പഞ്ചായത്ത് ലെവലെത്തിയിട്ടുണ്ട്. ഇനി അത് ബ്രാഞ്ചിൽ കൂടി എത്താനുള്ളൂ. അതോടുകൂടി